നമ്മൾ ഇടയ്ക്കൊരു ഫ്യൂസ് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എങ്ങാനും ഇത് അടിച്ചു പോവുകയാണെങ്കിൽ ഫ്യൂസിൻ്റെ ഇവിടെ നിൽക്കും ആ കണക്ഷൻ. ഈ ഫ്യൂസിൽ സ്പ്രോക്കറ്റ് ജസ്റ്റ് ഒന്ന് അനങ്ങുന്ന കണക്ക് കാണാൻ പറ്റും. ഈ ഒരു അനക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെക്കുന്ന സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ടിലുമായിട്ട് 2 ഹോള് വരുന്നുണ്ട്. ഈക്വലായിട്ട് ചെയ്യുവാണ് എല്ലാം എന്തായാലും ഒരുവിധം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുത്താൽ മതി. അപ്പം വൈറ്റ് ലൈറ്റിന് റിലേ, അതേപോലെ യെല്ലോ ലൈറ്റിന് റിലേ, അപ്പോൾ രണ്ടും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊരു ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോഗ് ലൈറ്റ് വെച്ച സമയത്ത് നമ്മൾ റിലേയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഫോഗ് ലൈറ്റ് വെച്ചത്. അപ്പോൾ ആ ഒരു ഫോഗ് ലൈറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സമയത്ത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡിം അടിക്കുമ്പോൾ ബ്രൈറ്റ് അടിക്കുമ്പോഴും ആ ഫോഗ് ലൈറ്റ് ചെറുതായിട്ടൊന്ന് എന്താ പറയുന്നത് ബ്ലിപ്പ്, അതായത് ചെറുതായിട്ടൊന്ന് മങ്ങുന്നുണ്ട്. ഡിമ്മും ബ്രൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വെട്ടി ആ ലൈറ്റ് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ വേരിയേഷൻ കാണിക്കാതിരിക്കാനായിട്ട് നമ്മുടെ വണ്ടിയിൽ എന്താ പറയുന്നത് ഒരു റിലേ വെച്ചാൽ സെറ്റായിരിക്കും. അതായത് റിലേ ഇട്ട് ഫോഗ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ കാണിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഒരു പക്ഷേ ആ ഫോഗ് ലൈറ്റ് അടിച്ച് പോയാൽ തന്നെ ആ റിലേ ഉള്ളതുകൊണ്ട് നമ്മുടെ വേറെ ഒരു വയറിങ്ങിനും ഒന്നിനും ഫ്യൂസ് പോയി അങ്ങനത്തെ കേടുപാടൊന്നും വരുത്തുമില്ല. അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ ചാനലിൻ്റെ പാരിപ്പള്ളിയിലത്തെ കടയിൽ തന്നെയാണ് പോകുന്നത്. നെക്സ്റ്റ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മരം മുറിക്കുന്നതിൻ്റെ ബ്ലോക്ക് ആയിരിക്കണം. പറ്റുമെങ്കിൽ നമുക്ക് നേരെ കയറി പോകാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കാം. അതേപോലെ തന്നെ നമ്മളെ വണ്ടിക്ക് വേണ്ടി വേറൊരു അക്സറി ഞാനിപ്പം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോജോയിൽ വയ്ക്കാൻ പറ്റിയൊരു അക്സറിയാണ്. വണ്ടിയുടെ ലുക്ക് വൈസ് ആയാലും പർപ്പസ് വൈസ് ആയാലും നമുക്ക് നല്ല ആവശ്യം വരുന്ന ഒരു അക്സറിയാണ് കേട്ടോ. അപ്പോൾ മിക്കുള്ളവർക്ക് നമ്മുടെ ഈ ഒരു തമ്മയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഒരു ടോപ്പ് റാക്കാണ്. ആ ടോപ്പ് റാക്ക് വെക്കാനായിട്ട് നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഒരു സാഡിൽ സ്റ്റേ അല്ലെങ്കിൽ ടോപ്പ് റാക്ക് സെറ്റപ്പ് വേണം. നമ്മുടെ മോജോയിൽ നോർമലായി ടൂറിങ് സെറ്റപ്പായിട്ട് വരുന്ന വെഹിക്കിളത്തെ കുറച്ച് അക്സറിയാണ് ആ സാഡിൽ സ്റ്റേ ചെയ്യുന്ന ടോപ്പ് റാക്കും. പക്ഷേ ആ ടോപ്പ് റാക്ക് കൊണ്ട് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗം വരാൻ ചാൻസ് ഇല്ല. കാരണം അതൊരു പൊള്ളയായിട്ടുള്ള, അതായത് 2-3 കമ്പി മാത്രം വെച്ചിട്ടുള്ള ഒരു ടോപ്പ് റാക്കാണ്. അപ്പോൾ അതിന് വേണ്ട വെക്കുന്ന വിധത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ അധികം വീതിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ലഗേജ് വെക്കാനായാലും കുറച്ച് ടാസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അതെന്താണ് സംഭവം, എവിടെ നിന്നാണ് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വാങ്ങിച്ചത് എന്തായാലും ഇപ്പോൾ പറയാം. വാങ്ങിച്ചത് നമ്മുടെ MotoPro ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ള വെച്ചാൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മോജുള്ള ഫ്രണ്ട്സിനായിരിക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നേരെ പാരിപ്പള്ളിയിലോട്ട് പോകാം. പാരിപ്പള്ളിയിലോട്ട് പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു പാടുമില്ല. നല്ല എളുപ്പമാണ്. ഞാനകത്ത് അവരെ പേജിൽ കാര്യങ്ങൾ നോക്കിയ സമയത്തൊക്കെ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് നമുക്കൊരു അലങ്കിയും ഒരു ടീ സ്പാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്പാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വെക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ വണ്ടി റിലേയും വെക്കണം കേട്ടോ. അപ്പം എന്തായാലും അവിടെ തിരക്ക് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന. എന്തായാലും അങ്ങോട്ട് പോയതിനു ശേഷം ബാക്കി ഓക്കെ. അതേപോലെ നമ്മുടെ വണ്ടിയിലെ ഓട്ടോ സെൻസർ മാറിയതോട് കൂടി നമ്മുടെ വണ്ടി ഇൻഡിക്കേഷൻ കാണിക്കത്തില്ല, മിസ്സിംഗ് ഇല്ല, ലാഗ് ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമ്മുടെ ഈ ഓട്ടോ സെൻസർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് കാണിക്കും, അതേപോലെ ലാഗ് കാര്യങ്ങളെ കാണിക്കും. അപ്പോൾ ചിലവരൊന്നും അത് മൈൻഡ് ചെയ്യാറില്ല. ഓട്ടോ സെൻസർ പോയി കഴിഞ്ഞാൽ ലാഗ് കാണിക്കണമെന്ന് വിചാരിച്ച് അവർ വണ്ടി മിസ്സിംഗ് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിന് പുറത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെന്തായാലും ഉള്ളതാണ് കേട്ടോ. എനിക്കെന്തായാലും മാറി. അപ്പം നിങ്ങൾക്കും മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മോജോ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു മോജോ ആണ്, XT ആണ്. അപ്പം യൂട്യൂബിൽ എനിക്കറിയാം എന്തായാലും XTയുടെ കാര്യത്തിൽ ഓട്ടോ സെൻസർ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും മിസ്സിങ് വരും. 101% ഉറപ്പ് ഞാൻ പറയാം. കാരണം ഞാൻ മാറിയത് കൊണ്ടാണ് ആ ഒരു കാര്യം കണ്ടതാണ്. നമ്മൾ ഓട്ടോ സെൻസർ മാറിയ സമയത്ത് മിസ്സിങ് പൂർണ്ണമായിട്ട് മാറി. അപ്പം മിസ്സിങ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആദ്യം പോയി ഷോറൂമിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഷോറൂമിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടെങ്കിൽ എറർ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെയും കുറച്ച് നേരം ഓടിച്ചിട്ട് എറർ കാണിക്കുന്നെങ്കിൽ നിങ്ങൾ ഓട്ടോ സെൻസർ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ XT സെൻസർ ഏകദേശം 3000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ UT സെൻസർ വാങ്ങിച്ചാൽ മതി. അതായത് BS6ൻ്റെ സെൻസർ അത് ഏകദേശം 1500, അതിൻ്റെ അകത്ത് 1400, 6000 വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചെന്നും പറഞ്ഞും വേറെ വ്യത്യാസമൊന്നുമില്ല. സെൻസർ മോഡലോ അങ്ങനെ എന്താ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടിക്ക് അത് ഡയറക്റ്റ് സൂട്ടാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ.
ഗൈസ് ഇപ്പോൾ നമ്മളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്, ഷോപ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേ വയ്ക്കാനുള്ള പരിപാടി നടക്കത്തില്ല കേട്ടോ, കാരണം കുറച്ചൊരു ബിസിയാണ്. ഇവിടെ 2-3 വണ്ടി പണിയുണ്ട് അർജൻറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മളെ ഈ ടോപ്പ് റാക്ക് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് റാക്ക്. MotoPro ഓട്ടോമോട്ടീവ് എന്നുള്ള ഒരു പേജിൽ നിന്നാണ് നമ്മൾ ഈ സംഭവം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേജ് ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവർ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന MotoPro ഓട്ടോമോട്ടീവ് എന്നുള്ള പേജിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്താ പുള്ളി ഇവിടെ എന്തിനു വന്നിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വെക്കുന്ന. അപ്പോൾ ഇത് വെക്കുമ്പം എനിക്ക് ഒരു നല്ല ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇത് വെക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ 2-3 സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇട്ട് ഈസി ആയിട്ട് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ പോലെ അല്ലെങ്കിൽ ഈസി ടു യൂസ് എന്ന് പറഞ്ഞ സെറ്റപ്പിൽ ജസ്റ്റ് സ്ക്രൂ ഇട്ട് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പം ഇതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന സാധനങ്ങൾ, വേറെ ഒന്നുമില്ല. അപ്പം അത് പോട്ടെ. ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബാക്കി ആക്സറീസ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ടേപ്പ് ആദ്യം ഒന്ന് ഇളക്കി കളയാം. ടേപ്പ് ഇളക്കിയതിന് ശേഷം നമുക്ക് കീറാല്ലേ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് 2 ചെറിയ റോഡ്, അതായത് 2 ചെറിയ പ്ലേറ്റ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2ലുമായിട്ട് 2 ഹോള് വരുന്നുണ്ട് ഈക്വലായിട്ട്. അപ്പം ആ ഒരു ഈക്വലായിട്ട് ഹോളാണ് ഇവിടെ അലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ സാഡിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാനും പറ്റും കേട്ടോ. അപ്പം അതിനായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് അതിൻ്റെ ബോൾട്ടും അതേപോലെ നട്ടും കാര്യങ്ങളൊക്കെ. ലോക്ക് നട്ടാണ് വരുന്നത്, അതേപോലെ അലങ്കിയാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി അലങ്കിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത് വരാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്തത് നോക്കാം. ഈസി ടു ഫിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചറപറ എന്താ പറയുക 5 മിനിറ്റത്തെ കേസേ ഉള്ളൂ, പെട്ടെന്ന് ഇതിനകത്ത് വെച്ച് തീരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെക്കാം. ഗൈസ് ഇപ്പോൾ ഞാൻ വെക്കാനായിട്ട് അലങ്കി സ്പാനറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മുടെ മെയിൻ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് അലങ്കി ഇട്ട് കൊടുക്കാം. അപ്പം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അലങ്കിയൊക്കെ താഴെ പോയി. അപ്പം ഇത് ഇങ്ങനെ വെക്കുക. നേരെ അടിയിൽ ഈ സാധനം കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഈ ബോൾട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി, സംഭവം ഇരുന്നോളും. ബോൾട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ലോക്കിനിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് 2 സൈഡിലും ഇതേപോലെ ആ നട്ടിട്ട് കൊടുക്കണം. 2 സൈഡിലും നമ്മുടെ ബോൾട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതാണ് നമ്മുടെ ലോക്ക് നട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റും ഫിക്സ് ചെയ്യാനുള്ള ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 4 ബോൾട്ട് ഇട്ടിട്ടുണ്ട്, നൈസായിട്ട് ടൈറ്റ് ചെയ്യുവാണ് എല്ലാം എന്തായാലും ഒരുവിധം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് കൊടുത്താൽ മതി. അപ്പം എന്താ പറയുന്നത്, ഇത് വെച്ചപ്പോൾ ഉള്ള ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ബാക്ക് കാണാനായിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് അപ്പം ഇതാണ് അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളെന്ന് പറയുന്നത്. കാണാൻ രസമുണ്ട് കേട്ടോ. ബാക്കിൽ ലഗേജ് വയ്ക്കുമ്പം സെറ്റായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഡയറക്റ്റ് ഫിറ്റാണ്, ഒരു അൾട്രേഷൻ്റെ ഒന്നിൻ്റെ കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാഡിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ബാക്ക് കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ റീൽസ് അല്ലെങ്കിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാം. അപ്പം നാളെ വന്നിട്ട് ബാക്കി നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം. വന്നിട്ട് നമ്മൾ വണ്ടി റിലേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ഡെയിലി ഒബ്സർവേഷൻ കൊടുത്തിട്ട് വീഡിയോ നമുക്ക് എന്തായാലും നാളെ ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ട് ഒരു 2 ദിവസത്തിന് ഇടുന്നതായിരിക്കും. വീഡിയോസൊക്കെ ഇപ്പോൾ ഇടുന്ന കുറച്ച് ലാഗാണ്, കാരണം കണ്ടൻറ്റൊക്കെ വളരെ വളരെ കുറവാണ്. അതേപോലെ കുറച്ച് എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഇനി പോലും എന്തായാലും നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ ദിവസം നമ്മുടെ റിലേ വയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് റിലേയാണ് വെക്കുക. ഹെഡ്ലൈറ്റ് അല്ല, നമ്മുടെ ഫോഗ് ലൈറ്റിന് വേണ്ടിയുള്ള ഒരു കണക്ഷൻ വരുന്ന റിലേയാണ് നമുക്ക് വെക്കാറുള്ളത്. അപ്പം അതൊന്ന് സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്യുന്ന ശേഷം അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം നമുക്ക് 2 ദിവസമാണ് വേണ്ടി വന്നത്. കാരണം ഇന്നലെ കുറച്ച് ബിസി ആയിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നും കൂടെ പോവുകയാണ്. ഇന്നും കൂടെ പോകുമ്പോൾ അതങ്ങ് സെറ്റായി കിട്ടും. ഇത് നമ്മുടെ സ്പ്രോക്കറ്റ് ചെറിയൊരു എന്താ പറയുന്നത് ലൂസ് കണക്ക് കാണിക്കുന്നുണ്ട്. അതായത് സ്പ്രോക്കറ്റിനെ എങ്ങനെ പിടിക്കുന്ന സമയത്ത് സ്പ്രോക്കറ്റ് ഇങ്ങനെ അനങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പം അത് അതിനകത്ത് അനക്കം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അവിടെ ഒന്ന് സ്പ്രോക്കറ്റ് ഇളക്കിയ സമയത്ത് എന്തെങ്കിലും വാഷോ കാര്യങ്ങളോ മിസ്സായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുമെങ്കിൽ അതൊന്ന് റെഡിയാക്കണം. അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ അതങ്ങ് റെഡിയാക്കണം, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ മിസ്സിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത് മാറ്റിയതിന് ശേഷം എല്ലാം പക്കാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിൽ വെക്കാമെന്ന് റിലേ കേട്ടോ. അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് വന്നിട്ട് 93 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വെക്കാൻ പോകുന്നത്. 2 എണ്ണം വേണ്ടി വരും. ഒന്ന് നമ്മുടെ യെല്ലോയ്ക്കും അതേപോലെ 1 എണ്ണം വൈറ്റ് ലൈറ്റിനും വേണ്ടി വരും കേട്ടോ. അപ്പോൾ 2 റിലേയാണ് നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇതാ വണ്ടി ഹെഡ് കാര്യങ്ങൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പണിയിലോട്ട് പോവാം.
ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റിലേ കേട്ടോ. 2 റിലേ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ലൈറ്റിന് റിലേ, അതേപോലെ യെല്ലോ ലൈറ്റിന് റിലേ. ഇപ്പോൾ 2 സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെയും കാര്യങ്ങൾ നമ്മൾ ടാങ്കിൻ്റെ അടിയിൽ കൂടെ നൈസായിട്ട് എടുത്തേക്കുന്ന അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ അടിയിൽ കൂടെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. സ്ലീവൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളെ വണ്ടിയിൽ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിനാ ചെയ്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിയും ഡയറക്റ്റാണ് നമ്മൾ കണക്ഷൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്കൊരു ഫ്യൂസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എങ്ങാനും ഇത് അടിച്ചു പോവുകയാണെങ്കിൽ ഫ്യൂസിൻ്റെ ഇവിടെ നിൽക്കും ആ കണക്ഷൻ. ഈ ഫ്യൂസ് പോകത്തേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ അതിന് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ കണക്ഷൻ ഞാൻ കാണിച്ചിട്ടില്ല, അത് കാരണം മിക്കുള്ളവർക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചതില്ല. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഫോഗ് ലൈറ്റ് ഇട്ട് ഡിമ്മർ ലൈറ്റ് അടിച്ചായിരുന്നു ആ ഒരു എന്താ പറയുക, ആ ഫ്ലിക്കറിങ്ങൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്, അതിനെ വേണമെങ്കിൽ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയിലെ സ്പ്രോക്കറ്റിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്. നേരത്തെ പറഞ്ഞ ചെറിയൊരു കംപ്ലയിൻറ്റ്, സ്പ്രോക്കറ്റ് ജസ്റ്റ് ഒന്ന് അനങ്ങുന്ന കണക്ക് കാണാൻ പറ്റും. ഈ ഒരു അനക്കം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇളക്കി നോക്കിയിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെയുള്ളൂ ഇന്നത്തെ പണി. അപ്പോൾ എന്തായാലും ആ പണിയിലോട്ട് പോകാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് സ്പേസ് കുറവായിരുന്നു, ആ സ്പേസൊക്കെ ജസ്റ്റ് ഒന്ന് പഴയ കണക്കാക്കിയിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ മോജോയ്ക്ക് ചെറിയൊരു സൂചി വ്യത്യാസത്തിലാണ് ഈ ഭാഗത്ത് സ്പേസ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയാൽ ഈ സൈഡിൽ കയറി തട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ തട്ടിയിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും സ്പേസ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഫോഗ് ലൈറ്റ് വയ്ക്കുക, റിലേയും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇത് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നേരെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ റീൽസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.